ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക്. വീണ്ടും നമുക്കൊരു ചിക്കൻ റാപ്പിൻ്റെ റെസിപ്പി കാണാം. വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലേക്കോ നമുക്ക് തന്നെ ലഞ്ചിനും ഡിന്നറിനും ഒക്കെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. ബാക്കി വരുന്ന ചപ്പാത്തിയൊക്കെ ഉണ്ടെങ്കിലും ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ഐറ്റമാണിത്. അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് പോകാം. ഞാൻ ഇതിനു വേണ്ടി ഇവിടെ കുറച്ച് റൊട്ടി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് 1 കപ്പ് ആട്ടയും 2 കപ്പ് മൈദയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് മൈദ മാത്രം മതിയെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവായിട്ട് കുഴച്ചെടുക്കുക. ഇളം ചൂടുവെള്ളമാണ് യൂസ് ചെയ്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇളം ചൂട് പാല് യൂസ് ചെയ്യാം. പാല് യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി സോഫ്റ്റും ടേസ്റ്റും ഉണ്ടായിരിക്കും. ഇനി ആ മാവ് ചെറിയ ചപ്പാത്തിക്കൊക്കെ നമ്മൾ എടുക്കുന്ന പോലത്തെ ചെറിയ ചെറിയ ഉരുളകളാക്കി എടുക്കുക. ഇനി അത് കനം കുറച്ചൊന്ന് പരത്തിയെടുക്കണം. അതിനുശേഷം ചൂടായ ഒരു തവയിലേക്കിട്ട് നന്നായിട്ട് നമുക്ക് ചുട്ടെടുക്കാം. ഒരുപാട് മുരിയേണ്ട ആവശ്യമൊന്നുമില്ല. 2 സൈഡും ഒന്ന് കുക്കായി കിട്ടിയാൽ മതിയാവും. ഇടയ്ക്ക് വേണമെങ്കിൽ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ബാക്കിയുള്ള റൊട്ടികളും ഇതുപോലെ തന്നെ ഒന്ന് ചുട്ടെടുക്കുക. ഇനി നമുക്ക് ചിക്കൻ തയ്യാറാക്കണം. ചിക്കൻ ഞാൻ നേരത്തെ തന്നെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്നു. ഒരല്പം മുളക് പൊടിയും ഇഞ്ചി വെളുത്തുള്ളിയും കുരുമുളക് പൊടിയും കുറച്ച് സോയാ സോസും ഉപ്പും കൂടി ചേർത്ത് നേരത്തെ തന്നെ പുരട്ടി വെച്ചിരുന്നതാണ്. അത് ചൂടായ ഓയിലിലേക്ക് ഇട്ടിട്ടൊന്ന് വേവിച്ചെടുക്കണം. ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് അടച്ചു വെച്ച് കുറച്ച് നേരം വെച്ചാൽ നന്നായിട്ട് വെന്ത് കിട്ടും, ചെറിയ കഷ്ണങ്ങളായതുകൊണ്ട്. ഇനി അതൊരു സ്പൂൺ വെച്ച് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട്. ആ റാപ്പിൽ വെക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണത്. ഇനി നമുക്ക് വെജീസൊക്കെ എടുത്ത് നോക്കാം. കുറച്ച് തക്കാളി അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതുപോലെ മയണൈസ് അടിച്ചതും കുറച്ച് ക്യാബേജും പിന്നെ നമ്മൾ നേരത്തെ തയ്യാറാക്കിയ ചിക്കനും റൊട്ടിയും കൂടി എടുത്ത് വെക്കുന്നുണ്ട്. ഇനി നമുക്ക് ആ റാപ്പ് ഒന്ന് അസംബിൾ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു റൊട്ടി എടുക്കുക. അതിലേക്ക് ഒരു ചെറിയ സ്ലിറ്റ് ഇട്ട് കൊടുക്കുക. മുഴുവൻ വേണ്ട, പകുതി വരെ ഇട്ട് കൊടുത്താൽ മതി. ഇനി ആ 4 പോർഷനിലും നമുക്കിതൊന്ന് ഫില്ല് ചെയ്തെടുക്കണം. കുറച്ച് ചിക്കനും വെജീസും മയണൈസും ഒക്കെ വെച്ച് കൊടുക്കുക. നമുക്ക് ഇഷ്ടമുള്ള വെജീസ് യൂസ് ചെയ്യാം. ഞാൻ എൻ്റെ കയ്യിലുള്ള ക്യാബേജും തക്കാളി ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് അതെടുത്തു. നിങ്ങൾക്ക് ക്യാരറ്റ് കുക്കുമ്പറൊക്കെ വെച്ച് കൊടുക്കാം. അതുപോലെ ലെറ്റ്യൂസ് വെച്ചാൽ കുറച്ചുകൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ മയണൈസിൽ കുറച്ച് ചില്ലി ഫ്ലേക്സ് ഒറിഗാനൊക്കെ ഇട്ട് കൊടുക്കുക. അതുപോലെ ആലപ്പനോസ് ഒലീവ്സൊക്കെ വെച്ച് കൊടുത്താൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കുക. ചിക്കൻ വെക്കുന്ന പോർഷനിൽ കുറച്ച് മയണൈസ് തേച്ചിട്ട് ചിക്കൻ ഇതുപോലെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മളത് ടോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ചിക്കൻ പുറത്ത് വരാതെ അതിൽ തന്നെ ഇരുന്നോളും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഒന്ന് റാപ്പ് ചെയ്തെടുക്കുക. ചിക്കന് പകരം വേണമെങ്കിൽ പനീറൊക്കെ ഫ്രൈ ചെയ്തിട്ടും വെച്ച് കൊടുക്കാം. അപ്പോൾ നമുക്കിനി ഇതൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഒരു പാനിൽ കുറച്ച് ബട്ടർ ഒന്ന് മെൽറ്റ് ചെയ്തതിന് ശേഷം ഈ റാപ്പ് ഒന്ന് വെച്ച് 2 സൈഡും നന്നായിട്ടൊന്ന് മുരിച്ചെടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ടോസ്റ്ററിൽ വെച്ചും ഇത് നന്നായിട്ടൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വൈകുന്നേരം കുട്ടികളൊക്കെ സ്കൂളിൽ നിന്ന് വരുന്ന സമയത്ത് ചപ്പാത്തിയൊക്കെ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് തന്നെ നമുക്ക് കയ്യിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് പെട്ടെന്ന് തന്നെ ഇതൊന്ന് ഫില്ല് ചെയ്ത് ടോസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ